ഈശോയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് മോനിഷ, പാലായിലെ കരൂർ ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ 2022 നവംബർ 23-ാം തീയതിയാണ് ആദ്യമായി ഉടമ്പടി എടുത്തത്. 2 തവണ ഞാൻ ഉടമ്പടി പുതുക്കി. എനിക്ക് 6 നിയോഗങ്ങൾ എനിക്ക് മാതാവ് തിരുക്കുമാരന് സാധിച്ചു തന്നു. അതിലാദ്യമായി തന്നെ എൻ്റെ കുഞ്ഞിന് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. മാർച്ച് 3-ാം തീയതി എൻ്റെ കുഞ്ഞിന് പനി ഇടയ്ക്കിടയ്ക്ക് വരും. ഹോമിയോ മരുന്നാണ് കൊടുക്കുന്നത്, പക്ഷേ അത് കൊടുക്കും ഇച്ചിരി കുറയും. അങ്ങനെ വന്നു. ഒരു ദിവസമായപ്പം പെട്ടെന്ന് പനി അങ്ങ് കൂടി. ഞാൻ ആദ്യത്തെ ഉടമ്പടി പുതിയപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, ഈ 90 ദിവസം എനിക്ക് മുടങ്ങാതെ നിൻ്റെ മുൻപിൽ വന്ന് കുർബാന കൂടാനുള്ള അവസരം നീ എനിക്ക് തരണം. എന്ത് വന്നാലും എനിക്ക് കുർബാന മുടക്കാൻ പറ്റത്തില്ല. കാരണം എനിക്ക് നിന്നോടുള്ള വാക്ക് പാലിക്കുക. എൻ്റെ എല്ലാ അവസ്ഥകളും നീ അറിയുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് 90 ദിവസവും മാതാവ് എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞു. ഒരു ദിവസം പോലും മുടങ്ങാതെ ഞാൻ കുഞ്ഞിനെ ആയിട്ടാണെങ്കിലും മഴയത്താണെങ്കിലും ഞാൻ പോകും, കുർബാന മുടക്കത്തില്ല. കുറേ കഴിഞ്ഞപ്പോൾ കുഞ്ഞിന് വയ്യായ്ക വന്നപ്പോൾ രാവിലെ നേരം ഞാൻ പോകും. എനിക്കും പനിയായി. അങ്ങനെ രാവിലെ നേരം തലകറക്കവും പനി ആയിട്ട് പോലും ജയം പറഞ്ഞ്, നീ വയ്യായിക വെച്ച് എങ്ങനെ പള്ളിയിൽ പോയിരിക്കോ? ഞാൻ പറഞ്ഞില്ല, ഞാൻ പോകും. മാതാവിന് കൊടുത്ത വാക്ക അതെനിക്ക് പാലിക്കണം. എനിക്ക് എന്ത് വന്നാലും ഞാൻ അവിടെ വീണാലും എനിക്ക് കുഴപ്പമില്ല, എനിക്ക് കുർബാന കൂടണമെന്ന് പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ കുഞ്ഞിന് വയ്യായിക, രാവിലെ വന്നപ്പം വയ്യായിക കൂടി. പെട്ടെന്ന് ഞങ്ങൾ ആശുപത്രി കൊണ്ടുപോയി. അവിടെ ആദ്യമേ പിള്ളേരുടെ ആശുപത്രിയാണ്. അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു, കുഞ്ഞിന് ശ്വാസം മുട്ടൽ കൂടുതലാണ്, ഓക്സിജൻ ലെവൽ തീരെ താന്നിരിക്കുക, എക്സ്റേ എടുത്ത് നോക്കണമെന്ന് പറഞ്ഞു. എക്സ്റേ എടുത്ത് നോക്കിയപ്പം പറഞ്ഞു ഓക്സിജൻ ലെവൽ താഴ്ന്നു. പിന്നെ അതുപോലെ ശ്വാസകോശത്തിൽ ഭയങ്കര ഇൻഫെക്ഷനാണെന്ന് പറഞ്ഞു. ICU എടുത്തിട്ട് പെട്ടെന്ന് മാറ്റണം, നിങ്ങൾക്ക് ഒത്തിരി ലോങ് പോകാൻ പറ്റത്തില്ല, ESIക്ക് ഒന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു കുഴപ്പമില്ല, മെഡിസിറ്റിയിൽ അന്നേരം കയറ്റിയാൽ കൊണ്ടുപോയിക്കോളാമെന്ന് പറഞ്ഞു. മെഡിസിറ്റി ചെന്നു. അവർ നേരെ ICUലോട്ട് ഇവിടുന്ന് ഡോക്ടർ വിളിച്ച് പറഞ്ഞു ICU റെഡിയാക്കിയിട്ടു. ഞങ്ങൾ നേരെ ICUലോട്ടാണ് ചെന്നപ്പോഴേ ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു, കുഞ്ഞിന് തീർത്ത് പറ്റത്തില്ല, അവൾ നന്നായിട്ട് ഇൻഫെക്ഷൻ ആയിട്ടുണ്ട്, ഞങ്ങൾക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഞാൻ ആകെ തകർന്നു പോയി. ഞാൻ പറഞ്ഞു, മാതാവേ, ഇന്നും കൂടെ ഞാൻ നിൻ്റെ മുമ്പിൽ വന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടാണ് വന്ന്, എന്നെ കൈവിടിയില്ല മാതാവേ എന്ന് പറഞ്ഞു. എൻ്റെ കാശുരൂപ ഞാൻ ആ കുഞ്ഞിൻ്റെ കൈ വെച്ചിട്ട് ഞാൻ മുട്ടുമേ നിന്നു. ICUവിനകത്ത് മുട്ടുമേ നിന്ന് പറഞ്ഞു, എൻ്റെ കുഞ്ഞിനെ എനിക്ക് തിരിച്ചു തരാതെ ഞാൻ നിൻ്റെ മുമ്പിൽ ഇനി ഞാൻ വരില്ല, എനിക്ക് എൻ്റെ കുഞ്ഞിനെ തിരിച്ചു തരണേ എന്ന് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് പിന്നെ വേറെ ICU ഓക്സിജൻ ലെവൽ ഫുള്ള് അവർ കൂട്ടിയിട്ടിട്ടും കുഞ്ഞിന് ശ്വസിക്കാൻ പറ്റുന്നില്ല. ഓക്സിജൻ ലെവലിൽ ഒരു മാറ്റവും കാണുന്നില്ല. അതുപോലെ മരുന്നിനോട് പ്രതികരിക്കുന്നില്ല. അതിപ്പം പറഞ്ഞു, ഇങ്ങനെ വരുന്നത് ചിലപ്പോൾ ഇനി ഹാർട്ടിന് കംപ്ലൈൻ്റ് ആണോ എന്നറിയത്തില്ല, കാർഡിയോളജി ഡോക്ടറെ ഒന്ന് വിളിക്കണം, നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ചേച്ചി നേഴ്സാണ്. അപ്പോൾ ചേച്ചി വന്നു ഡോക്ടറോട് സംസാരിച്ചപ്പോൾ എനിക്ക് എൻ്റെ ഉള്ള ബോധമെല്ലാം പോയി. എന്താ സംഭവിക്കുന്നതെന്ന് എനിക്ക് പറഞ്ഞു. ഞാൻ ചേച്ചിയുടെ മുഖത്തോട്ട് നോക്കി നിൽക്കുക. ഡോക്ടർ സംസാരിക്കുമ്പോൾ അവളുടെ കണ്ണ് നിറഞ്ഞു വരുന്ന കണ്ടപ്പോഴേ മനസ്സിലായി, കുഞ്ഞിന് എന്തോ കാര്യമായിട്ടാണ്. എനിക്കിനി എന്നാ ചെയ്യാൻ പറ്റുന്നത്, ഞാൻ എൻ്റെ സമാധാനം തെറ്റി എന്നാ ചെയ്യേണ്ടതെന്ന് പോലും അറിയാൻ പറ്റുന്നില്ല. ഞാൻ അന്നേരം വെളിയിലിറങ്ങി. എൻ്റെ കൈ ഉടമ്പടി തൈലമില്ലായിരുന്നു. വീട്ടിൽ പോയി എൻ്റെ അനിയനോട് പറഞ്ഞു, എനിക്ക് അത് എടുത്തുകൊണ്ട് വന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ അനിയൻ പോയി ഉടമ്പടി തൈലം എടുത്ത് ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടർ, എന്നെ ഒന്ന് കുഞ്ഞിനെ കാണിക്കാൻ കയറ്റണം, എനിക്കിതൊന്ന് എൻ്റെ കുഞ്ഞിൻ്റെ നെറ്റി തൊട്ടാൽ മതി, എൻ്റെ കുഞ്ഞിന് ഒരു കുഴപ്പവും വരുത്തത്തില്ല എന്ന് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു, ഇപ്പോൾ പറ്റത്തില്ല, കുറച്ച് കഴിഞ്ഞ് മതി. ഞാൻ പറഞ്ഞു, പറ്റത്തില്ല, ഞാൻ അവിടെ നിന്ന് ബഹളം വെച്ചു, എനിക്കിപ്പോൾ തന്നെ എൻ്റെ കുഞ്ഞിനെ എനിക്ക് കണ്ടേ മതിയാവൂന്ന് പറഞ്ഞു. ഞാൻ അകത്ത് കയറി ഞാൻ കുഞ്ഞിൻ്റെ നെറ്റിയിൽ വിശ്വാസപ്രമാണം ചൊല്ലി ഞാൻ നെറ്റി പുരട്ടി 10 മിനിറ്റിനകം ഡോക്ടർ പറഞ്ഞു, കുഞ്ഞ് മരുന്നിനോട് പ്രതികരിക്കാൻ തുടങ്ങി, അവിടെ ഓക്സിജൻ ലെവൽ കൂടി വരുന്നുണ്ട്, നിങ്ങൾ പേടിക്കണ്ട, നീ പ്രാർത്ഥിച്ചോ, ഒരു കുഴപ്പവും വരുത്തത്തില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് പറഞ്ഞു, ഇപ്പോൾ നോർമലായി വരുന്നുണ്ട് കുഞ്ഞ്, നേരത്തെ ഒത്തിരി ബെറ്ററായിട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു. 3 ദിവസം കഴിഞ്ഞു. അന്ന് മുതൽ രാവിലെന്നോ പകലെന്നോ എനിക്കറിയത്തില്ല, പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുന്നതിന് ഞാൻ എൻ്റെ ഒരു വാക്ക് പോലും ഉണ്ട്, ആ പ്രത്യക്ഷീകരണ പ്രാർത്ഥന മാത്രമേ ഞാൻ ചൊല്ലിക്കൊണ്ടിരുന്നു. കുഞ്ഞിൻ്റെ അടുത്ത് ICU കയറുമ്പോൾ കുഞ്ഞിൻ്റെ നെറ്റി തലയെ തൊട്ടിട്ട് ഞാൻ പ്രാർത്ഥിക്കും, മരുന്നോ ലേപനോ ഔഷധവുമല്ല, അങ്ങയുടെ വചനം അയച്ചിട്ട് കുഞ്ഞിനെ സൗഖ്യമാക്കണമേ എന്ന് ഞാൻ
ഞാൻ വാതൊരാതെ ഞാൻ ഇത് വിശ്വാസ പ്രമാണം ഈ 3 കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ചൊല്ലിയിരുന്നത്. അതുപോലെ ചൊല്ലി 4-ാം ദിവസമായപ്പം പറഞ്ഞു ഇപ്പോൾ ക്രിട്ടിക്കൽ നിലയൊക്കെ കുഞ്ഞിൻ്റെ സൗഖ്യമായിട്ട് വരുന്നുണ്ട്. പക്ഷേ ഈ കിഡ്നിയുടെ ഇതൊരു കാണിക്കുന്ന അസിഡോസിസ് എന്ന് പറയുന്ന ഒരു രോഗമാണ്. അത് ശരീരത്തിലെ ആസിഡിൻ്റെ ലെവൽ കൂടുന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ന്യൂറോ ഇല്ല, അതുകൊണ്ട് നിങ്ങൾ അമൃതയ്ക്ക് പൊക്കോളാൻ പറഞ്ഞു. അമൃതയായി ചെന്നു. അവിടെ രാത്രിയായി 11 മണിയായി ചെന്നപ്പോൾ അവിടെ ചെന്ന് ടെസ്റ്റുകൾ അന്നേരം തന്നെ അവർ ICU കയറ്റി ടെസ്റ്റുകൾ തുടങ്ങി. പിറ്റേ ദിവസം രാവിലെയാണ് അതിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഞാൻ അന്നേരപ്പോഴും പ്രത്യക്ഷീകരണ പ്രാർത്ഥന മുടങ്ങാതെ ഞാൻ ഒരു ആഹാരം പോലും കഴിക്കാതെ ഞാൻ അവിടെ ഇരുന്ന് ഞാൻ ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന മാത്രമാണ് എനിക്ക്, അത് മാത്രമേ ഉള്ളൂ ഓർമ്മ, അത് മാത്രമേ ഞാൻ ചൊല്ലത്തുള്ളൂ. പിറ്റേ ദിവസം രാവിലെ റിസൾട്ട് വന്നു. കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല, കിഡ്നിക്ക് കുഴപ്പമില്ല, ഒന്നുമില്ല. ഇനി ആൻറ്റിബയോട്ടിക് 10 ദിവസം എടുത്താൽ മതിയെന്ന് പറഞ്ഞു. ഞങ്ങൾ 10 ദിവസം ആൻറ്റിബയോട്ടിക് എടുക്കാൻ 2 ആഴ്ച അവിടെ നിന്നു. പക്ഷേ എന്നാൽ അവർ കംപ്ലീറ്റ് ആക്കിയില്ലായിരുന്നു ഇഞ്ചക്ഷന്. ഞങ്ങളെ കുറഞ്ഞു പൊക്കോളാൻ പറഞ്ഞു. പോയപ്പം പറഞ്ഞു കുഞ്ഞിനെ പൊടിയടിക്കാനോ ഒന്നും വരെ നിങ്ങൾ മാതാപിതാക്കൾ പോലും കുഞ്ഞിനെ ഉമ്മ വെക്കാനോ മറ്റുള്ളവരുമായിട്ട് ആൾക്കാരുടെ ഇടയ്ക്ക് പോകാനോ ഒന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞു. എല്ലാം ഞങ്ങൾ വീട്ടിൽ വന്നു. 3-ാം പക്കമായപ്പോൾ വീണ്ടും കുഞ്ഞിന് അസുഖം കൂടി, വീണ്ടും പനിയായി. പിന്നെ ഞങ്ങൾ നേരെ ESIയിലേക്ക് പോയി. ESI ചെന്നു. ഇതുപോലെ തന്നെ ഡോക്ടർ പറഞ്ഞ് ഇത് ന്യൂമോണിയ കൂടിയാലും വരും, ഈ രോഗം കൊണ്ട് ന്യൂമോണിയയും വരും എന്ന്. ഞാൻ പറഞ്ഞു ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്, എനിക്കൊന്നും മനസ്സിലാകുന്നില്ലെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇങ്ങനെയാ കാര്യങ്ങൾ എന്ന് പറഞ്ഞു. ഞാൻ അന്നേരപ്പോഴും അന്ന് വൈകിട്ട് ചെന്നപ്പം 1 മണിയായി ഞങ്ങൾ അഡ്മിറ്റായപ്പോൾ. അവിടെ ചെന്ന് ഡോക്ടറോട് പറഞ്ഞു കഴിഞ്ഞ് ഞാൻ തൈലം എടുത്ത് തേച്ചു പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇനിയും ഈ ഒരു അസുഖത്തിൻ്റെ പേര് എൻ്റെ കുഞ്ഞിനെ വേറൊരു ആശുപത്രിയിലേക്ക് ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ സൗഖ്യമായി നിൻ്റെ തിരുസന്നിധി വന്ന് സാക്ഷി പറഞ്ഞേക്കാം, എൻ്റെ കുഞ്ഞിനെയായിട്ട് ഞാൻ വന്ന് സാക്ഷി പറഞ്ഞേക്കാമെന്ന് പറഞ്ഞു തീരുന്നതിന് 3 ദിവസത്തിനകം എൻ്റെ കുഞ്ഞിൻ്റെ ഓക്സിജൻ എടുത്ത് മാറ്റിയവർ. അങ്ങനെ പൂർണ്ണമായിട്ട് എൻ്റെ കുഞ്ഞിൻ്റെ അസുഖം ഭേദമാക്കി തന്നു. അതുപോലെ തന്നെ ഞാൻ മെഡിസിറ്റിയിലായിരുന്നപ്പം 3-ാം ദിവസം ഞാൻ കുഞ്ഞിന് വേണ്ടി ഇങ്ങനെ വെളിയിലിരുന്ന് എനിക്ക് പനിയായതുകൊണ്ട് ICUവിനകത്ത് AC ആയതുകൊണ്ട് ഇരിക്കത്തില്ല. ഞാൻ വെളിയിലിരുന്ന് കണ്ണടച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുമ്പോൾ ഞാൻ കാണുന്നത് ഒരു സൈഡിൽ ഈശോയും ഒരു സൈഡിൽ മാതാവും എൻ്റെ കുഞ്ഞിൻ്റെ കാലച്ചോട്ടിരിക്കുക. മാതാവ് കുറച്ച് കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റ് എൻ്റെ കുഞ്ഞിൻ്റെ തലയുടെ അടുത്ത് വന്നിട്ട് 3 പ്രാവശ്യം എൻ്റെ കുഞ്ഞിൻ്റെ തലയിൽ മാതാവ് തലോടിയെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഞാൻ കണ്ണ് തെളിച്ചു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം എൻ്റെ കുഞ്ഞിനെ അവിടുന്ന് ഡിസ്ചാർജ് ആക്കിയത്. അതിന് എത്ര പറഞ്ഞാലും മതിയാകത്തില്ല. എൻ്റെ കുഞ്ഞിന് പുനർജന്മം തന്ന എൻ്റെ മാതാവ്. അതുപോലെ തന്നെ രണ്ടാമത്തെ എനിക്ക് 1.5 വർഷമായിട്ട് നടുവേദനയായിരുന്നു. ഇരിക്കാൻ വയ്യ. കുറച്ച് ജോലി ചെയ്ത് കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഇരുന്ന് പോയാൽ പിന്നെ എഴുന്നേക്കാൻ പറ്റത്തില്ല, ഒരു കാല് പോലും എടുത്ത് വെക്കാൻ പറ്റത്തില്ല. എന്നാലും ഈ കുഞ്ഞ് പ്രഗ്നൻ്റ് ആയ സമയം കൊണ്ട് മെഡിസിനൊന്നും കഴിക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഇരുന്നു. ഒരു പ്രാവശ്യം ഇങ്ങനെ ഇരുന്നപ്പം പെട്ടെന്ന് എനിക്ക് നടക്കാൻ വയ്യ, എന്ത് ചെയ്യണം എന്നിട്ട് കുഞ്ഞ് കിടന്ന കാര്യം കുഞ്ഞിനെ എടുക്കാൻ പോലും വയ്യ. പെട്ടെന്ന് ഈ ചായനെ വിളിച്ചു. ഞാൻ ജോലി സ്ഥലത്ത് നിന്ന് വന്നു, ആശുപത്രിക്ക് കൊണ്ടുപോയി ഇഞ്ചക്ഷൻ എടുത്തിട്ട് കുറവില്ല. കുറച്ച് കഴിഞ്ഞ് നോക്കി അപ്പോൾ ഇച്ചിരി ചമച്ച് പിന്നെ ഗുളിക തന്നു. വീട്ടിൽ വന്ന് ഗുളിക കഴിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഇതുപോലെ തന്നെ പിറ്റേ ദിവസം ഞാൻ രാവിലെ എണീറ്റിട്ടും കുറവില്ല. ഞാൻ എന്നിട്ട് ഓർത്തു മാതാവിൻ്റെ തൈലം എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഞാൻ എന്താ അതുകൊണ്ട് ചിന്തിച്ചില്ല. ഞാൻ പിറ്റേ ദിവസം രാവിലെ തൊട്ട് ഗുളിക കഴിക്കാൻ നിർത്തി. മാതാവിൻ്റെ തൈലം എടുത്ത് പുരട്ടി. പിറ്റേ ദിവസമായപ്പം ഞാൻ കട്ടിലേന്ന് നിലത്തോട്ട് കാല് കുത്തിയപ്പോൾ എനിക്കൊരു വേദനയില്ല. ഞാൻ എന്നിട്ട് നേരെ നിന്നിട്ട് വളഞ്ഞു നോക്കി, എന്നിട്ട് ഒരു കുഴപ്പമില്ല. അപ്പം ഞാൻ ഇച്ചാനോട് പറഞ്ഞു, ഇച്ചായ ഞാൻ എന്നിട്ട് ഇച്ചാനോട് പറഞ്ഞില്ല, മരുന്ന് കഴിച്ചില്ല എന്ന് പറഞ്ഞില്ല. ഞാനത് ഇച്ചാനെ കാണിക്കാൻ വേണ്ടി ഞാൻ ആ ഗുളിക എടുത്ത് കാണിച്ച് ഞാൻ പറഞ്ഞു എൻ്റെ മാതാവിൻ്റെ തൈലം മാത്രമേ ഞാൻ പറ്റുള്ളൂ, ഇതിൽ നിന്ന് ഒരു ഗുളിക മാത്രമാണ് ഞാൻ എടുത്ത് കഴിച്ചത്, എനിക്ക് മാതാവ് സൗഖ്യം തന്നെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ രണ്ടാമത്തെ പ്രാവശ്യം ഉടമ്പടി പുതുക്കാൻ ഇവിടെ വന്ന് അച്ഛനെ കാണാൻ വേണ്ടി നിന്നു. അപ്പോൾ ഹിജാൻ പറഞ്ഞു നീ വെറുതെ നിൽക്കുന്നതിന് കാണാൻ പറ്റും, ഇത്ര ആൾക്കാരുണ്ട്, ഈ കുഞ്ഞിനെയായിട്ട് നീ എങ്ങനെ നിൽക്കും, നീ വാ, നമുക്കെന്നാൽ രാവിലെ വന്ന് ഞങ്ങൾ അവിടെ നിന്ന് 5 മണിയായപ്പോൾ പോകുന്നതാണ്. അപ്പോൾ പറഞ്ഞു കുഞ്ഞുങ്ങൾക്ക് വിശക്കുന്നില്ലേ, നീ കൊച്ചുങ്ങളായിട്ട് വാ, നമുക്ക് വല്ലതും കഴിക്കാം. ഞാൻ പറഞ്ഞു ഞാൻ വരത്തില്ല, എനിക്ക് അച്ഛനെ കണ്ടേ പറ്റൂ, എൻ്റെ കുഞ്ഞിനെ ഒന്ന് അച്ഛൻ തൊട്ടാൽ മതി, എനിക്ക് മാതാവിൻ്റെ ഈ അൾത്താരയുടെ അടുത്തൊന്ന് വന്നാൽ മതി, എനിക്കത് മാത്രമേ ഉള്ളൂ. ഞാൻ അവിടെ നിന്നുകൊണ്ട് ഞാൻ എത്ര പ്രാവശ്യം വിശ്വാസ പ്രമാണം ചെയ്തതെന്ന് അറിയത്തില്ല. പെട്ടെന്ന് എനിക്കറിയത്തില്ല എങ്ങനെയാണെന്നറിയത്തില്ല, എന്നെ ആ ബ്രദർ വിളിച്ചു,
എനിക്ക് ടോക്കണും തന്നു. ഞാൻ ഇജായനെ വിളിച്ച് പറഞ്ഞു, ഇജായ എനിക്ക് ടോക്കൺ കിട്ടി. ഇജായൻ പറഞ്ഞു, ഇത് എങ്ങനെ നിനക്ക് കിട്ടിയ? ഞാൻ പറഞ്ഞു, എൻ്റെ കണ്ണീര് എൻ്റെ മാതാവ് കാണാതിരിക്കത്തില്ല എന്ന് പറഞ്ഞു. അതുപോലെ അച്ഛനെ കാണാൻ വന്നു. അച്ഛനോട് കാര്യങ്ങൾ കരയാണ്. ഞാൻ നിന്ന് കരയും, എനിക്ക് എന്ത് പറയണമെന്നറിയത്തില്ല. അച്ഛൻ എൻ്റെ തലയിൽ കൈ വെച്ചിട്ട് മൂക്കയിൽ ഇങ്ങനെ പിടിച്ചു. അത് മാത്രമേ ഞാൻ ഇത് കവളയിലും ഇങ്ങനെ തട്ടി കാര്യങ്ങളെല്ലാം പറഞ്ഞ് കുഞ്ഞിനും പറഞ്ഞു. അപ്പം ഞാൻ പോയപ്പോഴല്ലേ ഓർക്കും, അച്ഛൻ എന്തുകൊണ്ട് എൻ്റെ മൂക്കയിൽ ഇങ്ങനെ പിടിച്ചേ, എന്തായിരിക്കും? ഇപ്പോൾ സാക്ഷി കേൾക്കുമ്പോഴൊക്കെ ഞാൻ മനസ്സിലാക്കും, ഓരോരുത്തർ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ കേൾക്കുന്നു. എന്നിട്ട് വീട്ടിൽ ചെന്നപ്പോഴും ഞാൻ പറഞ്ഞു, അച്ഛൻ എൻ്റെ മൂക്കയിൽ പിടിച്ചു, എന്താണെന്ന് എനിക്കറിയത്തില്ല. വിജയൻ പറഞ്ഞ് നിനക്ക് ചുമ്മാതായിരിക്കും എന്ന് പറഞ്ഞു. ഞാനത് കഴിഞ്ഞ് എനിക്ക് 7 മാസമായിട്ട് ശ്വാസം മുട്ടലുണ്ടായിരുന്നു. ഈ പ്രഗ്നൻസി സമയത്ത് വന്നതായിരുന്നു. അത് പക്ഷേ മരുന്നൊന്നും കഴിക്കാൻ പറ്റിയില്ല, കിടക്കാനേ പറ്റത്തില്ല. ചൂടാണെങ്കിൽ ഫാൻ ഇട്ട് കഴിഞ്ഞാൽ അന്നേരം ചുമ കാരണം എനിക്ക് ഉറങ്ങത്തില്ല, എണീറ്റിരിക്കും. അച്ഛനെ അന്ന് പ്രാർത്ഥിച്ച് പിന്നെ ഇന്ന് വരെ എനിക്ക് കിടക്കുമ്പോഴോ ഫാൻ ഇട്ടാലോ ഒരു ചുമയില്ല, ശ്വാസം മുട്ടലും മാറിക്കിട്ടി. അതുപോലെ തന്നെ ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ അനിയത്തിക്ക് അവൾ 3 മാസത്തെ വിസിറ്റിംഗ് വിസയ്ക്ക് ജോലിക്ക് പോയി. അപ്പം എന്നോട് പറഞ്ഞു, ചേച്ചി ഒന്ന് പ്രാർത്ഥിക്കണം, 3 മാസത്തെ കാലയളവ്, അതിന് മുമ്പ് എനിക്കൊരു ജോലി കിട്ടിയില്ലെങ്കിൽ പോയത്. കാരണം അവർക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ട്, നന്നായിട്ട് കഷ്ടപ്പെടുന്ന കൊച്ചാണ്. അപ്പോൾ എന്നോട് വിളിച്ച് പറഞ്ഞു, ചേച്ചി ഒന്നും പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു, മാതാവിനെ വിശ്വാസം ഉണ്ടെങ്കിൽ മോള് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. ഞാൻ വിശ്വാസ പ്രമാണം അയച്ചു കൊടുത്തു. ആ കൊച്ച് മുടങ്ങാതെ ചൊല്ലി. പരീക്ഷയ്ക്ക് മുമ്പും അതുപോലെ മുടങ്ങാതെ ചൊല്ലുമായിരുന്നു ആ കൊച്ച്. അതുപോലെ കുറച്ച് 2 മാസം കഴിഞ്ഞു, 3 മാസം തീരെ 5 ദിവസം കൂടെ ഉള്ളൂ. അപ്പം ഒരിടത്ത് സെലക്റ്റായി, പക്ഷേ അവർ ഓഫർ ലെറ്റർ കൊടുത്തിട്ടില്ല. അപ്പം പറഞ്ഞു, ചേച്ചി മിക്കവാറും ഞാൻ തിരിച്ചു പോരും, എന്നാന്നറിയത്തില്ല, ഇനി 5 ദിവസം എൻ്റെ മുമ്പിൽ. ഞാൻ പറഞ്ഞ്, കൊച്ച് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചോ. ഞാൻ സാക്ഷികളൊക്കെ അയച്ചു കൊടുക്കാറുണ്ടായിരുന്നു. ആ കൊച്ച് വിശ്വാസത്തോട് പറഞ്ഞു, ഞാനും ഒരു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. 4-ാം ദിവസം ആ കൊച്ചിന് ഓഫർ ലെറ്റർ വന്നു. അവിടെ തന്നെ ജോലിയായി. അവധിക്ക് വരുമ്പം എൻ്റെ കൂടെ ഇവിടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ കുടുംബസമേതം വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഞാൻ ഓൺലൈൻ ഉടമ്പടി ഇതിനു മുമ്പ് ഞാൻ എടുത്തായിരുന്നു. കാരണം കുഞ്ഞുണ്ടായി കിടക്കുന്നതുകൊണ്ട് എനിക്കിവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ ആ സമയത്ത് പ്രഗ്നൻസി സമയത്ത് ഒത്തിരി മാനസിക സംഘർഷങ്ങളും ഒത്തിരി വിഷമങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അവിടെ എല്ലാം നിന്ന് ആദ്യമായിട്ട് എൻ്റെ ആൻറ്റിയാണ് എന്നോട് ഈ കൃപാസനത്തിലെ കാര്യങ്ങളും ഒരു ദിവസം എൻ്റെ വിഷമങ്ങളെല്ലാം, എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ലായിരുന്നു. കാരണം ഡെലിവറി സമയത്ത് ഉറങ്ങിയില്ലാത്ത അവസ്ഥ എല്ലാവർക്കും അറിയാം. കുഞ്ഞിനെ അത് ബാധിക്കും, എനിക്ക് ബാധിക്കും. അത് പക്ഷേ എനിക്കറിയത്തില്ല, എനിക്ക് ഉറങ്ങാൻ ഓരോ പ്രശ്നങ്ങളും വീട്ടിലെ അപ്പനോടും അമ്മയോടും ഒന്നും പറഞ്ഞിട്ടില്ല. രാത്രി ഉറങ്ങാതെ ഞാൻ ഇരിക്കുക. പിന്നെ ഇങ്ങനെ കരച്ചിൽ മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഇരുന്നപ്പോൾ ആൻറ്റി പറഞ്ഞു, എന്നെ നീ ഇങ്ങനെ ഉറങ്ങാതിരിക്കുന്ന എനിക്ക് എന്നാ പ്രശ്നമെന്ന് ചോദിച്ചു. ഞാൻ ഇതുപോലെ കാര്യം ആൻറ്റി പറഞ്ഞു, നീ കൃപാസനത്തിൽ പോകാൻ പറ്റില്ല, നീ ഓൺലൈൻ ഉടമ്പടി എടുത്തോ, നിൻ്റെ എല്ലാ പ്രശ്നങ്ങളും തീരും. അന്ന് മുതൽ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു. അച്ഛൻ്റെ ടോക്കുകൾ കേൾക്കാൻ തുടങ്ങി. പിന്നെ എനിക്ക് ധ്യാനം കൂടണം എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇരുന്നപ്പോൾ സിസേറിയൻ ചെയ്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ സിസേറിയൻ ചെയ്ത് അവിടെ ഒരു അതിനകത്ത് നിന്ന് ബ്ലഡും പഴുപ്പും എല്ലാം കൂടെ ഇങ്ങനെ വരികയാണ്, നിൽക്കുന്നില്ല. മുറിവ് കെട്ടിയിട്ട് നിൽക്കുന്നില്ല. എന്ത് ചെയ്യണമെന്നറിയത്തില്ല. ആശുപത്രിയിൽ നിന്ന് ഇറങ്ങി ഇതായതുകൊണ്ട് സാമ്പത്തികമായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. എനിക്ക് ഇച്ചാനോട് പറയാനൊരു ബുദ്ധിമുട്ട്. ഇച്ചാൻ അതൊരു വിഷമമായല്ലോ, പൈസ ഇനി എന്നാ ചെയ്യും. ഞാൻ അനങ്ങാതെ ഒരാഴ്ച കൊണ്ട് നടന്നു. പിന്നെ അത് കഴിഞ്ഞ് മൂന്നാം ദിവസം മുമ്പ് ഞാൻ നിർത്തി, മരുന്നെല്ലാം നിർത്തിയിട്ട് ഇനി എന്തോ ആട്ടെ, ഞാൻ മരിക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. അത് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ അച്ഛൻ്റെ 1 വർഷത്തിന് മുമ്പുള്ളൊരു ധ്യാനം കേട്ടോണ്ടിരുന്ന് അച്ഛൻ പറഞ്ഞു, നിങ്ങൾക്ക് മുറിവോ വേദനയോ എന്തെങ്കിലും ഉള്ളിടത്ത് കൈവച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊള്ളാൻ പറഞ്ഞു. ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി. അത് രാത്രി ഒരു 11 മണിക്കാണ് ഞാൻ ഈ ധ്യാനം കൂടുന്നത്. പിറ്റേ ദിവസം കിടന്നു. രാവിലെ എണീറ്റപ്പോൾ തന്നെ ഞാൻ എൻ്റെ അമ്മയെ കാണിച്ചിരുന്നു, അമ്മ ഇങ്ങനെയാണ്. അപ്പം ധ്യാനം കൂടി പിറ്റേ ദിവസം രാവിലെ എനിക്ക് നോക്കിയപ്പോൾ ആ മുറിവ് നന്നായിട്ട് ഉടക്കി. പഴയ ഒരു മുറിവിൻ്റെ സ്ഥാനത്ത് ആ ഒരു പാട് മാത്രമല്ലാതെ ഒന്നുമില്ലായിരുന്നു. അതുപോലെ തന്നെ ഞങ്ങൾക്ക് സ്ഥലം വാങ്ങിക്കാൻ പറ്റി. ഞാൻ അന്ന് ഉടമ്പടി എടുത്തിട്ട് എൻ്റെ ആൻറ്റി മുഖേനയാണ്. ആൻറ്റി അന്ന് എനിക്ക് ഇവിടുത്തെ വിശുദ്ധ ഉപ്പ് തന്നായിരുന്നു. അതുകൊണ്ടിട്ട് ഞാനും എൻ്റെ ചേട്ടച്ചാരുണ്ട്, അവർക്ക് 2 പേർക്കും കണ്ട സ്ഥലത്തിട്ട് പ്രാർത്ഥിച്ചു, നീ എനിക്ക് വിധിച്ചാണ് ഞങ്ങൾക്ക് ഈ സ്ഥലം തരണമെന്ന് പറഞ്ഞു. അത് നടത്തി കിട്ടി. അതുപോലെ പ്രേക്ഷിത പ്രവർത്തനം പത്രങ്ങൾ ഞാൻ ആശുപത്രികളിൽ കൊടുക്കും, പള്ളികളിൽ കൊടുക്കും, അതുപോലെ അയലോക്കത്തൊക്കെ കൊടുക്കും. അതുപോലെ ഞാൻ ഈ 3 ആശുപത്രികളിൽ കിടന്നപ്പോഴും അവിടെയുള്ള രോഗികൾക്കെല്ലാം കൊടുക്കുകയും ഈ കാര്യങ്ങൾ പറയുകയും എല്ലാവരോടും പറയുകയും ചെയ്യുമായിരുന്നു. അതുപോലെ
പ്രായമായവർക്ക് ഞാൻ ഇവിടുന്ന് തരുന്ന വചനം ഞാൻ എഴുതി, രോഗസൗഖ്യത്തിനുള്ള വചനം എഴുതി ഞാൻ തന്നെ പേപ്പറിൽ എഴുതി പ്രായമായവർക്ക് കൊടുക്കുമായിരുന്നു. അതുപോലെ ഭക്ഷണങ്ങൾ കൊടുത്തു. അതുപോലെ പ്രാർത്ഥിക്കണമെന്ന് പറയുന്നവർക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അതുപോലെ ഇപ്പോഴും ഓരോ കാര്യത്തിനും മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളൊരു വിശ്വാസത്തിൽ ഞാൻ മുന്നോട്ട് പോകുന്നു. അതുപോലെ എന്ത് വിഷമഘട്ടങ്ങൾ വന്നാലും എനിക്ക് ധൈര്യം തരുന്നത് മാതാവ് മാത്രമാണ്. അത് ഇത്രയും പറഞ്ഞുകൊണ്ട് മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. കുഞ്ഞ് ICUവിലായിരിക്കുന്ന സമയത്ത് മരുന്നിനോട് പ്രതികരിക്കുന്നില്ല എന്ന് പറയുന്ന സമയത്ത് ഡോക്ടറിനോട് റിക്വസ്റ്റ് ചെയ്ത് മനുഷ്യ ചെയ്തത് ഉടമ്പടി തൈലം പുരട്ടി വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. ലൂക്ക 18:27. ദൈവത്തിന് ഇവിടെ നിന്നും രക്ഷിക്കുവാൻ സാധിക്കും എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിച്ച് 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞ് മരുന്നിനോട് പ്രതികരിക്കാൻ തുടങ്ങിയെന്ന്. അതോടൊപ്പമാണ് മറ്റുള്ള സൗഖ്യങ്ങളെല്ലാം ലഭിക്കുന്നത്. ഉടമ്പടിയിൽ എല്ലാ മേഖലകളിലുമാണ് നമുക്ക് ഐശ്വര്യം ലഭിക്കുന്നത്. ദൈവം നമ്മുടെ കൂടെ നടന്നാണ് നമ്മുടെ വിഷയങ്ങളൊക്കെ പരിഹരിക്കുന്നത്. ഇവിടെ മോനിഷ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ, സങ്കടകരമായിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആ സങ്കടത്തിൽ ദൈവം ഇടപെട്ട് സഹായിക്കുന്നു. ഓൺലൈൻ ഉടമ്പടി എടുത്തപ്പോൾ മുതൽ തന്നെ അനുഭവമുണ്ട്. എടുക്കുന്നതിന് മുമ്പേ ഓൺലൈനായിട്ട് എടുക്കുന്ന സമയത്ത് തന്നെ ആ പഴുപ്പ് സുഖപ്പെട്ടു പോവുകയാണ്. ദൈവം നമ്മുടെ മനസ്സറിയുന്നു. ആത്മാർത്ഥതയോടെയാണ് നമ്മൾ ദൈവത്തെ സമീപിക്കുന്നതെങ്കിൽ ദൈവവും അതേപോലെ തന്നെ വിശ്വസ്തയോടെ നമ്മോട് പെരുമാറും. ഉടമ്പടി പ്രാർത്ഥനയിൽ നമ്മൾ ദൈവം പറയുന്ന കാര്യങ്ങളാണ് അനുസരിക്കുന്നത്. ഈശോ പറയുന്ന കാര്യങ്ങൾ നമ്മൾ അനുസരിക്കുന്നു, അവിടുത്തെ സ്വന്തമാകുന്നു. അങ്ങനെ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുന്നു. പരിശുദ്ധ അമ്മയിലൂടെ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് നമുക്ക് നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന.